ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷനാണ് വരാൻ പോകുന്നത് അല്ലേ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് വോട്ടെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഒരു വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഇതിലൂടെ ട്രൈ ചെയ്യുന്നത്. ഒന്ന് വെബ്സൈറ്റിലൂടെയും മറ്റൊന്ന് SMS വഴിയുമാണ്. ഇതെങ്ങനെ നമ്മുടെ പേരുണ്ട് എന്ന് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിലായിക്കൊണ്ട് ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. voters.eci.gov.in എന്ന് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ കാണുന്നത് പോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, താഴോട്ട് വരാം. കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമല്ല, താഴോട്ട് വരാം. ഏറ്റവും താഴെയായിക്കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിലാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള 3 വഴികളാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യത്തേത് നമ്മുടെ വോട്ടർ ID കാർഡ് വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ നെയിം വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി മൂന്നാമത്തെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളോട് നോക്കാൻ പോകുന്നത് വോട്ടർ ID കാർഡ് വെച്ചുകൊണ്ട്, അതായത് എപിക് നമ്പർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നാണ്. അതായത് ഈ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ യുവർ EPIC നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ വോട്ടർ ID കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കേരള സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം താഴെ കൊണ്ട് നമുക്കൊരു ക്യാപ്ച കാണാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ക്യാപ്ചയും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെർച്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. സെർച്ച് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റിസൾട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ എപിക് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ മദർ നെയിം, നമുക്കിവിടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നമ്മുടെ ഏജ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ ലിസ്റ്റിൽ പേരുണ്ട് എങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വ്യൂ ഡീറ്റെയിൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ നിയോജക മണ്ഡലം, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിലും കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ടില്ലേ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. എവിടെയാണ് നമുക്ക് വോട്ട് ചെയ്യേണ്ട സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ സീരിയൽ നമ്പർ ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ പോൾ ചെയ്യേണ്ട ഡേറ്റ് ഏതാണെന്നൊക്കെ ഇവിടെ താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് SMS വഴി എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മെസ്സേജാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു പുതിയ SMS ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ മെസ്സേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് 1950 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പുതിയൊരു മെസ്സേജ് നമ്മൾ ഈ ഒരു നമ്പറിലേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കേണ്ടത്. അപ്പം അയക്കേണ്ട നമ്പറാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ വരും. 1950 എന്ന് പറയുന്ന നമ്പർ നമുക്ക് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം താഴെയായിക്കൊണ്ട് നമ്മൾ ECI എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്പേസ് ഇല്ലാതെ ECI എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ വോട്ടർ ID നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ എൻ്റെ വോട്ടർ ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം SMS നമ്മൾ ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റീപ്ലൈ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് പുതിയ ഒരു SMS ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. ബാക്കിലേക്ക് വന്നിട്ട് പുതിയ ഒരു മെസ്സേജ് നമുക്കിവിടെ വന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ ഡീറ്റെയിൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പേര്, അതുപോലെ തന്നെ സീരിയൽ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ നിയോജക മണ്ഡലം, ഡിസ്ട്രിക്ട് ഏതാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 മാർഗ്ഗത്തിലൂടെ നമുക്ക് വോട്ടുണ്ടോ എന്ന്, ഈ ഒരു വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വോട്ടുണ്ടോ എന്ന് വളരെ സിമ്പിളായിക്കൊണ്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.